അപ്പോഴാണ് രാജാവും ഇപ്പൊ തീരുമാനം ഇവർ തന്നെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഇവര് കള്ളത്തരം ചെയ്തോണ്ട് അവർ തോറ്റായിട്ട് തീരുമാനിക്കാൻ പോകുമ്പം അവളാണെ കരഞ്ഞോണ്ട് അവൾ കള്ളത്തരം കാണിച്ചിട്ടൊന്നുമില്ല. അവൾ ഇവിടത്തെ ഒരു വ്യക്തിയുടെ അടുത്ത ഒരു വിലപ്പെട്ട സാധനം കൊടുത്തിട്ട് തിരിച്ച് ഈ മുളകൊടി വാങ്ങിച്ചെന്ന് പറയും. അങ്ങനെ അതാരാന്ന് ഇപ്പൊ എല്ലാവരും ഫ്രണ്ടിയും പറയുമ്പോഴാണ് അത് പ്രിൻസ് ജീസാനാന്ന് മനസ്സിലാന്ന്. അതോടെ അയാളാണ് പെട്ടോയെന്ന് അറിഞ്ഞിരിക്കുമ്പം രാജാവാണ് ഇത് കണ്ടിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു കാര്യം ചെയ്തെന്ന് പറഞ്ഞ് അവന് ചോദിക്കുമ്പം അയാൾ രക്ഷപ്പെടാൻ വേണ്ടി സാധാരണ പാചകത്തിനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങേരെ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറയും. അങ്ങനെ പുതിയതായിട്ട് ഈ മുളകൊടി കണ്ടോണ്ട് ചിലപ്പോൾ അത് കഴിച്ചിട്ട് വല്ലതും പറ്റുമെന്ന് പേടിച്ചിട്ട് അത് ആവശ്യമില്ലെന്ന് വിചാരിച്ച് മറ്റവർക്ക് കൊടുത്തേന്ന് പറയും. അതുകൊണ്ട് അറിയാ ചെയ്ത തെറ്റിന് അങ്ങേരിപ്പോ മാപ്പ് വയ്ക്കുമ്പം ഇവർക്കും തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇത് കേൾക്കുന്ന മറ്റേ ചൈനക്കാരനും എങ്കിൽ പിന്നെ ന്യായമായിട്ട് ആ മുളകൊടി വാങ്ങിച്ചെന്ന് പറഞ്ഞ് ഈ മത്സരത്തിൽ അവർ തന്നെ വിജയിച്ചെന്ന് പറയും. പക്ഷെ അപ്പോഴും മറ്റേ മുതിർന്ന ചെഫാണ് സമ്മതിക്കാതെ എന്തായാലും ഇവരുണ്ടാക്കാൻ വെച്ചിരുന്ന ഫുഡല്ലേ അങ്ങനെ വില കൊടുത്ത് വാങ്ങിച്ചെന്ന് പറഞ്ഞ് അവർ ചെയ്ത് തെറ്റാന്ന് പറഞ്ഞ് ഈ മത്സരത്തിൽ അവർ തോറ്റുപോയതായിട്ട് പറയും. അങ്ങനെ ഇതിനൊരു പരിഹാരം ചെയ്യണമെന്ന് പറഞ്ഞ് രാജാവ് ആലോചിച്ചിട്ട് രണ്ടുപേരുടെ ആഹാരം അടിപൊളിയായതുകൊണ്ട് എങ്കിൽ പിന്നെ ഈ മത്സരം രണ്ടുപേരെ ടൈ ആകുമെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് മറ്റേ ചൈനക്കാരനും അതൊന്നും പറ്റത്തില്ല അവരാ വിജയിച്ചെന്ന് പറഞ്ഞ് അങ്ങേര് തർക്കിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് രാജാവും എങ്കിൽ പിന്നെ അങ്ങനാണ് ഇനി വരാൻ വന്ന 2 റൗണ്ടിലും 2 ടീമിൽ തമ്മിൽ ടൈ ആയാലും ആ ചൈനക്കാരാണ് ജയിച്ചായിട്ട് അവൻ എടുത്തോളം പറയും. ഇത് കേൾക്കുന്ന അങ്ങേര് സമ്മതിച്ചിട്ട് എന്തായാലും അയാൾ പോയിന്റ് കൊടുത്ത് ഇവരെ ജയിപ്പിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് അയാൾ ഇതിന് സമ്മതം കൊടുക്കും. അതുകൊണ്ട് ആദ്യത്തെ മത്സരത്തിൽ ഇപ്പൊ ആരും വിജയിച്ചില്ല. അതുകൊണ്ട് നാളെ സെക്കൻഡ് റൗണ്ടിന് ഇവരൊക്കെ തയ്യാറെടുക്കാൻ പോകുമ്പം അതേസമയം പുറത്ത് വെച്ച് മറ്റേ മുളകൊടി വാങ്ങിച്ചോളും ഇപ്പൊ ഇവളോട് മാപ്പ് വയ്ക്കും അവൾ ചെയ്ത് തെറ്റാന്ന് പറഞ്ഞ്. പക്ഷെ അവരാണ് വലുതായിട്ട് കണക്കെടുക്കാതെ അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വരും. അങ്ങനെ അന്ന് രാത്രി 2 ടീമും കൂടെ നാളത്തെ മത്സരത്തിന് വേണ്ടി പക്കമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇതേ സമയം ആ മൊക്ചോ ആണ് ജിയോങ്ങിന്റെ കൂടെ സപ്പോർട്ട് നിൽക്കുന്ന ആ ചെഫിനെ വിളിച്ചെടുത്തിയിട്ട് നാളത്തെ മത്സരത്തിൽ ഇവ നല്ലോണം പണിയെടുക്കാതെ അവന്റെ ടീമിനെ തോൽപ്പിക്കാൻ വേണ്ടി പറയും. അങ്ങനെ കഴിഞ്ഞ തവണ ഇവൻ പോയിസൺ കൊടുത്തിട്ടും അവൻ അവളുടെ പാചകത്തിൽ അത് മിക്സ് ചെയ്തില്ല. അതുകൊണ്ട് ഈ തവണ ഇവൾ പറഞ്ഞ കേട്ടില്ല. പിന്നെ ഇവളുടെ ഭാര്യ മക്കളും ജീവനോട്ടിരിക്കത്തില്ലെന്ന് പറഞ്ഞ് അവനെ പേടിപ്പിച്ച് പറഞ്ഞേക്കും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഇവരുടെ രണ്ടാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ആ ചൈനക്കാരാണ് ഇന്ന് സ്പെഷ്യലായിട്ട് ഒരു വലിയ ഗോൾഡൻ ലോട്ടസ് ഫ്ലവർ ഇങ്ങനെ കൊണ്ടുവരും. അങ്ങനെ ഇത് കണ്ട് എല്ലാരും കൂടെ ഷോക്കായി ഇത്രയും വലിയ ലോട്ടസ് ഫ്ലവർ എന്ന് പറഞ്ഞ് അവരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം അതേസമയം ആ ചൈനക്കാരനും ഇതൊക്കെ ആദ്യമായിട്ടാണല്ലേ കാണുന്നതെന്ന് പറഞ്ഞ് അയാൾ കുറച്ച് ഷോയെ കാണിച്ചുകൊണ്ടിരിക്കും. ഇതേ സമയം മറ്റേ സൈഡ് ജിയോങ് ആണ് അവളിന്ന് താറാവിന്റെ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. ഇത് കണ്ട് ഈ ചൈനക്കാരനും പുച്ഛിച്ച് ഈ താറാവൊക്കെ എടുത്ത് അവൾ എന്തുവാ കാണിക്കുന്നതെന്ന് പറഞ്ഞ് എന്തായാലും അതിന് വലിയ ടേസ്റ്റ് ഒന്നും കാണത്തില്ലെന്ന് പറയുമ്പം ഇത് കേൾക്കുന്ന രാജാവാണ് അവന്റെ ചീഫ് കുക്കിനെ സംശയിക്കുന്നോന്ന് പറഞ്ഞ് വയ്ക്കുന്നത് താറാവിന്റെ ഫ്രൈ ആണെങ്കിലും അവള് ചെയ്യുവാണ് അത് ഇതുവരെ കഴിക്കാത്ത ഒരു ടേസ്റ്റ് ആയിരിക്കും എന്ന് പറയും. അങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജിയോങ്ങിന്റെ കയ്യിലും കുറച്ച് മുറിവൊക്കെ ഉള്ളതുകൊണ്ട് അവൾ ആ വേദനയൊക്കെ സഹിച്ചുകൊണ്ടാ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇത് കാണുന്ന രാജാവിന് അവളെ ഓർത്ത് ചെറിയ ടെൻഷനൊക്കെ വരും. അപ്പോഴാണ് മറ്റേ മൊക്ചോന്റെ സെക്രട്ടറി ആണ് മറ്റേ ചെഫിനെ കണ്ടിട്ട് പറഞ്ഞ പോലെ മത്സരത്തിൽ തോൽക്കാൻ വേണ്ടി പറയുമ്പം ഇയാൾ ഒരു സെക്കൻഡ് എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഈ നല്ലോണം കട്ട് ചെയ്തില്ല പിന്നെ ഇവർക്ക് കഷ്ടപ്പെട്ടത് വേസ്റ്റ് ആയി പോകുന്ന വിചാരിച്ച് അയാൾ സ്വന്തം കൈ മുറിച്ച് കളഞ്ഞ് ആ മുറിവ് കാരണം ഈ മത്സരത്തിൽ പങ്കെടുക്കാത്ത പോലെ ആക്കും. കാരണം അതുകൊണ്ട് ഇതോ റീസൺ ആയിട്ട് മൊക്ചോനോട് ചെന്ന് പറയാം. അപ്പോഴാണ് ഇത് കാണുന്ന മറ്റേ ചൈനക്കാരനും ഇവരുടെ കുക്സിനൊന്നും വലിയ സ്കിൽസ് ഒന്നും ഇല്ലെന്ന് അയാൾ കളിയാക്കി സംസാരിക്കുമ്പം രാജാവാണ് ഇത് കേട്ട് ഇത്തരം കഷ്ടപ്പെട്ടൊക്കെ അവരെ പാചകം ചെയ്യുന്നുണ്ട് എന്തായാലും അത് അടിപൊളിയായിട്ട് വരാമോന്ന് പറഞ്ഞ് ഇയാളെ വെയിറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പറയും. അങ്ങനെ ഇവരുടെ ടീം ആകെ നല്ലോണം ബെസ്റ്റായിട്ട് കട്ട് ചെയ്യുന്ന ആ ഒരു കുക്കായിരുന്നു. പക്ഷെ ഇപ്പോ അയാൾക്ക് ഒരു ആര് ചെയ്യണം എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം അപ്പോഴായിരിക്കും ഗിൽഗൂമിനെ അങ്ങേര് ചെന്ന് ഇയാൾ പഠിപ്പിച്ച പോലെ ഫാസ്റ്റ് ആയിട്ട് എല്ലാം കട്ട് ചെയ്യാൻ വേണ്ടി പറയും. കാരണം ഇപ്പൊ ജിയോങ്ങിന്റെ കയ്യിലും കുറെ മുറിവുള്ളതുകൊണ്ട് അവളെ കൊണ്ട് ഇങ്ങനെ സമാധാനിച്ച് കട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെ അവൾക്ക് വരാം ഇപ്പൊ ഗിൽഗൂം ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പം മറ്റേ ചൈനക്കാരാണ് ഇത് കണ്ടിട്ട് ഇവളെ കൊണ്ട് ഈസി ആയിട്ട് കട്ടൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവൾ പെർഫെക്റ്റ് ആയിട്ട് ഓരോന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. കാരണം ഇതിനു വേണ്ടി തന്നെയാണ് മറ്റേ ചെഫ് ഇവളെ കുറെ ഫോഴ്സ് ചെയ്ത് അന്ന് കുറെ സമയം ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്ന അയാൾക്ക് അറിയായിരുന്നു. അപ്പോഴാണ് ഇത് മനസ്സിലാക്കി എടുക്കുന്ന ജിയോങ് ആണ് അവൾ അവിടെ നിന്ന് പെർഫെക്റ്റ് കാണിച്ചുകൊണ്ടിരിക്കും. കാരണം ഇവരെല്ലാരും കൂടെ പ്ലാൻ ചെയ്താണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് നടത്തിയത്. അങ്ങനെ മൊക്ചു ഇയാളെ ബ്ലാക്ക് മെയിൽ ചെയ്ത കാര്യം എല്ലാം കൂടെ ജിയോങ്ങിനോട് പറഞ്ഞിട്ട് അവരിൽ ഒന്നേർന്ന് ഗിൽഗുമിനെ ഇങ്ങനെ പഠിപ്പിച്ച്. അതുകൊണ്ട് ഇതൊക്കെ ഓർത്ത് നോക്കി ഇവിടെ ജിയോങ് കുറച്ച് ഷോയെ കാണിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ഇവരുണ്ടാക്കിയ ഫുഡ് അവർ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് ആദ്യം ആ ചൈനക്കാരുടെ ആ ഗോൾഡൻ ലോട്ടസ് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഇവരങ്ങ് ഗോൾഡൻ ലോട്ടസിന്റെ ഫ്രണ്ടിൽ തന്നെ പോകും. അതുമല്ലാതെ ഈ രണ്ടാമത്തെ റൗണ്ട് അവരുടെ രാജ്യത്തിന്റെ ആഹാരം ഉണ്ടാക്കാതെ ഓപ്പോസിറ്റ് ടീമിന്റെ ഫുഡിങ് സ്റ്റൈലിലാണ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞത്. അതുകൊണ്ട് ഈ ചൈനയിൽ വന്ന മുതിർന്ന ചെഫ് ഉണ്ടാക്കിയതുണ്ട് ഇയാൾക്ക് എങ്ങനെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഈ രാജ്യത്തിലെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചെന്ന് ചോദിക്കുമ്പം അങ്ങേരാണ് ഒരു ദിവസം ഈ രാജ്യത്ത് നിന്ന് പെട്ടുകിടന്നപ്പോൾ ഇവിടത്തെ ഒരു വ്യക്തിയാണ് സഹായിച്ച് അയാളുടെ ആഹാരം കൊടുത്തേന്ന് പറയും. അങ്ങനെ അന്നോട്ടെ ആഹാരം ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് ഇപ്പൊ ഇങ്ങനെ ആ കാര്യമൊക്കെ പറയുമ്പം ആ ചൈനക്കാരൻ ദേഷ്യത്തിൽ ഇവിടെ ഇതിനു മുമ്പേ വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യം എന്താ മുമ്പേ പറയാത്തേന്ന് ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അങ്ങേരും അങ്ങനെ മനഃപൂർവ്വം പറയാതിരിക്കാൻ വേണ്ടിയൊന്നല്ല ആരും ചോദിക്കാത്തോണ്ടാ പറയാത്തേന്ന് ഇങ്ങനെ തിരിച്ച് മറുപടി നൽകും. അങ്ങനെ അതിനുശേഷം ജിയോങ് ഉണ്ടാക്കിയ ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് ആദ്യം ടേസ്റ്റ് ചെയ്ത്
ചെയ്ത് നോക്കുന്ന രാജാവാണ് ചൈനക്കാര് ഫ്രണ്ടിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന പോലെയൊക്കെ അവൻ ആ ഫുഡ് കഴിച്ചിട്ട് തോന്നും. കാരണം ഇവരെ ആ ചൈനീസ് ട്രഡീഷനെ തന്നെ കൊണ്ടുപോയി. അങ്ങനെ സ്വപ്നത്തിൽ ചൈനയിലുള്ള പെണ്ണുങ്ങളായിട്ടൊക്കെ ആ ചൈനക്കാരൻ ഡാൻസ് കളിച്ചോണ്ടിരിക്കും. അങ്ങനെ അയാൾക്കും ഈ ഫുഡ് ഒത്തിരി ഇഷ്ടപ്പെട്ടെങ്കിലും അവസാനം അങ്ങേരാണ് വെറും 1 മാർക്ക് എഴുതി കൊടുക്കത്തുള്ളൂ. അങ്ങനെ ഈ തവണ ചീഫ് സെക്രട്ടറിയാണ് എത്ര മാർക്കാന്ന് കാണാൻ പറ്റിയില്ലെന്ന് രാജാവിനോട് സിഗ്നലിൽ കാണിച്ചിട്ട് അവസാനം ഇവരുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോഴാണ് അയാൾ ഇട്ടേക്കുന്ന മാർക്ക് 1 ഇവർക്ക് മനസ്സിലാവും. അങ്ങനെ അതുകൊണ്ട് എല്ലാരും കൂടെ ഞെട്ടിപ്പോയി. ഇതെന്തോ ന്യായമില്ലാതെ ഇങ്ങനെ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞ് എല്ലാവർക്കും പച്ചയ്ക്ക് മനസ്സിലാവും ഇങ്ങനെ ബിസിനസ് ഡീൽ വിജയിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ കള്ളത്തരം ചെയ്യുന്നതെന്ന്. അതേസമയം രാജാവാണ് ഇതെല്ലാം കണ്ട് ഭയങ്കര ദേഷ്യത്തി അവൻ ന്യായമായിട്ട് കൂടിയ മാർക്ക് ഇടുമ്പോ ഇയാൾ ഇവിടെ നിന്ന് ചെറ്റത്തരം കാണിക്കുന്നു പറഞ്ഞ് അവൻ അവിടെ നല്ലോണം ദേഷ്യപ്പെടുമ്പം ഇത് കേട്ട് അങ്ങേരാണ് കൂളായിട്ട് എന്തായാലും മാർക്ക് ഇടുന്ന അനുസരിച്ചല്ലേ മത്സരത്തിൽ വിജയിക്കുന്നതൊക്കെ തീരുമാനിക്കുന്ന പറഞ്ഞ് മാർക്ക് ഇടുന്ന അയാളുടെ ഇഷ്ടമെന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് രാജാവാണ് പുച്ഛിച്ച് ചിരിച്ചിട്ട് മാർക്ക് ഇടുന്ന ജഡ്ജ് തന്നെ ഇങ്ങനെ ന്യായമായിട്ടില്ലാതിരുന്ന പിന്നെ ഇതിലെന്തോ ഒരു അർത്ഥം എന്ന് പറഞ്ഞ് ഈ പാചകം ചെയ്യുന്ന കുക്സിനെല്ലാം അതൊരു നാണക്കേടാന്ന് പറയും. അങ്ങനെ അവർക്കൊക്കെ ഒരു വിലയും കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞ് രാജാവിനോട് ഭയങ്കര ദേഷ്യപ്പെടുമ്പം അയാളാണ് എങ്കിൽ പിന്നെ രാജാവ് എങ്ങനെ മാർക്കിടാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് തിരിച്ചു വയ്ക്കും. അപ്പോഴാണ് രാജാവും അങ്ങനാണ് ഈ പാചകം ചെയ്ത് ആരാണോ അവർ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിനുള്ള മാർക്ക് ഇടണമെന്ന് പറയുമ്പം ഇത് കേൾക്കുന്ന അവരെല്ലാരും കൂടെ ഞങ്ങൾ കഴിച്ച ആഹാരം എങ്ങനെ ഞങ്ങൾ മാർക്ക് ഇടുന്നതെന്ന് പറഞ്ഞ് 2 രാജ്യവും കൂടെ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന രാജാവും എങ്കിൽ പിന്നെ 2 പേർക്ക് മാർക്ക് ഇടാൻ സാധിക്കുന്നില്ല ഈ റൗണ്ടും ടൈ ആക്കാന്ന് പറയുമ്പം ഇത് കേട്ട് മറ്റേ ചൈനക്കാരനും എന്തായാലും എല്ലാ മാച്ചും ടൈ ആകുവാണ് അയാൾ തന്നെ വിജയിക്കുമെന്ന് വിചാരിച്ച് ഇപ്പൊ രാജാവ് പറഞ്ഞത് അയാൾക്കും സമ്മതം. അങ്ങനെ ഇവർ തമ്മിൽ തർക്കമൊക്കെ ആണെങ്കിലും അവിടുത്തെ കുക്സ് എല്ലാരും കൂടെ ഫ്രണ്ട്ലി ആയിട്ട് നാളത്തെ ഡിഷിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് പരസ്പരം സംസാരിച്ചിട്ടൊക്കെ പോകും. അങ്ങനെ അന്ന് രാത്രി രാജാവും ജിയോങ്ങിനെ വിളിച്ചിരുത്തി സംസാരിക്കുമ്പം അവളാണ് ഇപ്പോഴെന്തിനാ ഇങ്ങോട്ടേക്ക് വിളിച്ചെന്ന് പറഞ്ഞ് അവൾ നാളത്തെ ഫൈനൽ റൗണ്ടിൽ കുറച്ച് ബിസിയാന്ന് പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന അവനും ഇവളെ കുറെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാ അവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചെത്തിയെന്ന് പറഞ്ഞ് അവൾക്ക് ഇപ്പൊ കുടിക്കാൻ വേണ്ടി ടീ കൊടുക്കുമ്പം അവളാണ് അത് കണ്ടിട്ട് ഇതിനകത്ത് ചന്ദനെ കാണാൻ പറ്റുന്നല്ലോ പറഞ്ഞ് അവളൊരു ഇംപ്രസ് ആയിരിക്കും. അപ്പോഴാണ് അവനും ഇതിന്റെ പേരാണ് മൂൺ ടീ എന്ന് പറഞ്ഞ് ഇവളുടെ കൂടെ സന്തോഷിച്ച് സംസാരിച്ചോണ്ടിരിക്കും. അതിനേശം അവനും ഒരു രാജ്യത്തിന്റെ വലിയ ഭാരം തന്നെ ഇവളുടെ അടുത്ത് വച്ചോന്ന് പറഞ്ഞ് അവനിപ്പോ ഇവളോർത്ത് വിഷമിക്കുമ്പം അവളാണ് അത്രയ്ക്കും ഭാരമായിട്ടാ ഫീൽ ചെയ്യുന്നത് പക്ഷെ എന്നാലും ഇവളുടെ മുറിവൊന്നും കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് അവൾ മത്സരത്തിന് തയ്യാറായിട്ട് തന്നെ ഇരിക്കുമെന്ന് പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന രാജാവും ഇവൾക്ക് എന്തെങ്കിലും കഷ്ടമായിട്ട് ഫീൽ ചെയ്യുകയാണ് എങ്കിൽ പിന്നെ ഇവൻ തന്നെ ആ ചൈനക്കാരോട് ചെന്ന് മാപ്പ് വഹിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറയും. അതുകൊണ്ട് ഇനി ഇവള് ടെൻഷൻ ആവണ്ടെന്ന് പറയുമ്പം ഇത് കേൾക്കുന്ന അവളും രാജാവ് എന്തിന് അവരോട് ചെന്ന് മാപ്പ് വഹിക്കുന്നതിന് അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയും. അങ്ങനെ ഇവന്റെ വില കുറച്ചൊന്നും അവിടേക്ക് ചെന്നൊന്ന് കാണിക്കണ്ടെന്ന് ഇവള് രാജാവിനോർത്ത് വിഷമിച്ചിട്ട് അവൾക്കല്ലേലും ഈ മത്സരത്തിൽ വിജയിക്കാൻ ആഗ്രഹം എന്ന് പറയും. കാരണം ഈ മത്സരം രാജ്യത്തിന് വേണ്ടിയാണെങ്കിലും ഇപ്പൊ ഇവരൊക്കെ ടീമായിട്ട് അതിനുവേണ്ടി കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ആ വിജയം വേണമെന്ന് പറഞ്ഞ് അവൾ മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറായിട്ടിരിക്കുമ്പം ഇവനെങ്കിൽ പിന്നെ തിരിച്ചൊന്നും പറയാതെ ഇവൾക്ക് എന്തേലും ബുദ്ധിമുട്ട് തോന്നിയ അവനോട് അപ്പം തന്നെ പറയാൻ വേണ്ടി അവന് ചോദിക്കും. അങ്ങനെ ആ സമയത്താണ് ഇവളുടെ കൈക്കകത്തറിയ TV എന്നുടനെ അവന് വെപ്രാളെത്തി അപ്പം തന്നെ ഡോക്ടറിനെ വിളിക്കാൻ വേണ്ടി പറയും. അങ്ങനെ ഇവൻ കാണിക്കുന്ന സ്നേഹമൊക്കെ കണ്ട് അവള് മൊത്തത്തിൽ അങ്ങ് വീണു പോകും. അതിനേശം അവനും ഇവള് വേദനിക്കുന്ന കാണുമ്പോൾ അവന് വേദനിക്കുമെന്ന് പറഞ്ഞ് ഇനി അവളെ സുരക്ഷയായിട്ട് നോക്കിക്കോളാൻ പറയും. അതിനേശം അടുത്ത ദിവസം ഇവരുടെ ഫൈനൽ റൗണ്ട് ആയിട്ടുള്ള ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറായിട്ടിരിക്കും. അങ്ങനെ രണ്ടുപേരും ഒരു വെറൈറ്റി സ്റ്റൈലിലാണ് ചെയ്യുന്നത്. അങ്ങനെ ഇന്ന് എന്തായാലും ആ കുക്കറിന്റെ അടപ്പമായിട്ട് സയന്റിസ്റ്റ് വരുമെന്ന പ്രതീക്ഷയിൽ ഇവരൊക്കെ ഇവിടുന്ന് പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പം അതേസമയം ചൈനക്കാരാണ് ഇവിടെങ്ങും കിട്ടാത്ത സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ ഡിഷൊക്കെ അവർ അതിനകത്ത് ആഡ് ചെയ്യും. അപ്പോഴാണ് ഇത് കാണുന്ന രാജാവാണ് ഇതൊന്നും ഇവിടെ കിട്ടുന്ന മഷ്റൂം ഒന്നും അല്ലല്ലോ എന്ന് പറഞ്ഞ് ഇതൊക്കെ റെയർ പീസാന്ന് അവന് കണ്ടുകൊണ്ടിരിക്കുമ്പം അടുത്തിരുന്ന ചൈനക്കാരനും കുറച്ച് ഗമയൊക്കെ ഇട്ട് ഇതൊക്കെ കാണാൻ ചാൻസ് ഇല്ല രാജാവേന്ന് അവരൊക്കെ കഷ്ടപ്പെട്ട ഇതൊക്കെ ഒപ്പിച്ചെന്ന് പറയും. അങ്ങനെ 3 സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പൊ അവരുടെ പക്കലുണ്ട്. അങ്ങനെ ഇതൊക്കെ കണ്ട് രാജാവും ചെറിയ ഷോക്ക് ഇരിക്കുമ്പം അതേസമയം പ്രിൻസ് ജീസാനാണ് എങ്കിൽ പിന്നെ മിക്കവാറും ഈ ചൈനക്കാരനെ വിജയിക്കെന്ന് പറഞ്ഞ് അയാൾ സന്തോഷിച്ചിരിക്കും. ഇതേസമയം ഇവിടെ ജിയോങ് ഈ കുക്കറിന്റെ അടപ്പ് വന്നില്ല പ്ലാൻ B അനുസരിച്ച് ഇവരെപ്പോഴത്തെയും പോലെ തന്നെ ആ ചൈനക്കാർ ചെയ്യുന്ന പോലെ ഹീറ്റാക്കാന്ന് പറയും. പക്ഷെ എന്നിരുന്നാലും ഇവൾക്ക് വിശ്വാസമുണ്ട് അങ്ങനെ തീർച്ചയായിട്ടും സമയത്തിനുള്ളിൽ കൊണ്ടുവരുമെന്ന്. കാരണം കുക്കർ ഉണ്ടെങ്കിൽ ഇവർക്ക് സ്പീഡിൽ തന്നെ ആ ചിക്കൻ വെന്ത് കിട്ടത്തുള്ളൂ. അല്ലാതെ ഇവർ ചെയ്യുവാണെങ്കിൽ കുറെ സമയം എടുക്കും അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ. അങ്ങനെ സമയം പോകുന്നുണ്ട്. ഇവിടെ ജിയോങ്ങിന്റെ കൂടെയുള്ള ചെഫും പ്ലാൻ B എങ്കിൽ പ്ലാൻ B എന്ന് പറഞ്ഞ് ഇവളെ ചെയ്യാൻ പറയുമ്പം അവൾക്ക് മനസ്സിലാതെ കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ ആ ഒരു സമയത്താണ് സയന്റിസ്റ്റ് ആണ് പുതിയ കണ്ടുപിടുത്തമായിട്ട് അയാൾ ആകാശത്ത് കൂടെ പറന്നിരുന്നത്. അങ്ങനെ നേരെ വന്ന് കൊട്ടാരത്തിൽ ലാൻഡ് ആകുമ്പം ഇയാളെ കണ്ട് എല്ലാരും കൂടെ ഇതേതാ ജീവി എന്ന് പറഞ്ഞ് വാളുമായിട്ട് നിൽക്കും. അപ്പോഴാണ് അയാളാണ് നിങ്ങളോട് സംസാരിക്കുന്ന സമയമില്ലെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറാൻ നോക്കുമ്പം അവിടേക്ക് രാജാവിന്റെ ആളും വന്നിട്ട് നിങ്ങളൊരെന്ത് എത്ര സമയം എടുത്തെന്ന് പറഞ്ഞ് അയാൾ അകത്തേക്ക് ക്ഷണിക്കും. അപ്പോഴാണ് ഇങ്ങേരെ കണ്ട് ഇവിടെ ജിയോങ്ങിന് തിരിച്ച് ജീവൻ വരുന്നത്. അതേസമയം രാജാവും ദേ നമ്മുടെ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞ് അവനും കുറച്ച് സന്തോഷത്തിൽ നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം അങ്ങേര് ആ കുക്കറിന്റെ അടപ്പെടുത്ത് ഇവളുടെ കൊടുത്തിട്ട് ഇതാ ഫൈറ്റിന്റെ ഇടയ്ക്ക് പൊട്ടിപ്പോയതുകൊണ്ട് വീണ്ടും നിർമ്മിക്കാൻ കുറെ സമയമുണ്ട് താമസിച്ചെന്ന് പറയും. അതേസമയം ഇതൊക്കെ കാണുന്ന
എല്ലാരും കൂടെ ഇവരെന്ത് സാധനം കൈവച്ചേക്കുന്നെന്ന് പറഞ്ഞ് അവർക്കൊന്നും മനസ്സിലാവത്തില്ല. അങ്ങനെ ജിയോങ്ങും ഉള്ള ചൂടെല്ലാം വർദ്ധിപ്പിക്കാൻ വേണ്ടി പറയുമ്പം ഇത് കാണുന്ന മറ്റേ ചൈനക്കാര് വെപ്രാളത്തി അവരുടെ ചൂടും കൂടെ വർദ്ധിപ്പിക്കാൻ നോക്കും. അപ്പോഴാണ് മറ്റേ 2 ചെഫും കൂടെ അങ്ങനെ വർദ്ധിപ്പിക്കുവാണ് ഫുഡ് നല്ലോണം വരുത്തില്ലെന്നറിഞ്ഞ് അവളെ സമാനപ്പെടാൻ പറയും. ഇതേ സമയം ഇവിടെ ജിയോങ്ങും ചിക്കനെല്ലാം കുക്കറിനകത്ത് വെച്ചിട്ട് അവൾ ചൂട് വർദ്ധിപ്പിക്കുമ്പം ഇത് കാണുന്ന എല്ലാരും കൂടെ ഈ സംഭവം എല്ലാം പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞ് അവരൊക്കെ പേടിച്ചിരിക്കും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ദിനേശ് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ കാണാം.